ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഓർത്തതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അന്ന ജോർജ്. ഞാൻ വരുന്നത് കോതമംഗലം രൂപത ഉരുളത്തടി സെൻറ്റ് ജൂഡ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞാൻ 2023 ഡിസംബർ 2-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഉടമ്പടി എടുക്കാൻ അന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ്, പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉടമ്പടി എടുത്താൽ മതി എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവിടെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോകാൻ നേരത്ത് ഉടമ്പടി എടുക്കുന്ന ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ തിരിച്ചു പോയി. പക്ഷേ പള്ളിയുടെ പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഇവിടെ വന്നതിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന അന്ന് തന്നെയാണ് എനിക്ക് മാറി കിട്ടിയത്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അനിയത്തിക്ക് ജോലി കിട്ടിയത്. അത് 1 വർഷമായിട്ട് അവൾ വീട്ടിൽ തന്നെ ജോലിയില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൻ്റെ പ്രകാരം അവൾക്ക് കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ അവൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കിട്ടി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 9 വർഷമായിട്ട് തൈറോയിഡ് ഉണ്ടായിരുന്നു. അത് മുഴ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം വരെയാണ് ഓപ്പറേഷൻ കൂടാതെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും സൗണ്ട് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്നും ഞാൻ അമ്മയ്ക്ക് ഉപയോഗിക്കും. അതിൻ്റെ പ്രകാരം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ മുഴയില്ല. പിന്നെ ഫുഡ് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം മാറി. പിന്നെ എൻ്റെ അപ്പയ്ക്ക് ഷോൾഡറിന് തേയ്മാനം ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ അപ്പയ്ക്ക് അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ജപമാലയൊന്നും എപ്പോഴും ചൊല്ലണ ആയിരുന്നില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും ഞാൻ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. കൂടുതലും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് പോയിട്ട് ഞാൻ പള്ളിയിലൊന്നും കൊടുക്കാറില്ല. ബസ് സ്റ്റാൻഡിലാണ് ഞാൻ എപ്പോഴും പത്രം കൊടുക്കാറ്. ഒരിക്കലും ഞാൻ പള്ളിയിൽ കൊടുക്കാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അപ്പച്ചനമ്മച്ചിമാരെ പോയി കാണും, അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും ഉടമ്പടിയിലാണിപ്പോൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനം. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. അന്നയുടെ കുടുംബത്തോടൊപ്പമുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അന്ന ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. അന്നയ്ക്ക് ദൈവം വാരിക്കോരിയ അനുഗ്രഹങ്ങൾ, കുടുംബത്തിന് ചെയ്ത വലിയ നന്മകളെക്കുറിച്ച് അന്ന പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ നന്ദി പറയുകയാണ്. ഒരു കുടുംബത്തെ മുഴുവനും ഉടമ്പടിയിലേക്ക് ആനയിക്കുവാനും ആകർഷിക്കുവാനും അന്നയുടെ ഉടമ്പടി ജീവിതത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അതിലൂടെ അന്ന കുടുംബത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന ഇവിടെ വന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാം, ഒരു കൂട്ടുകാരിയുടെ കൂട്ട് എന്ന് മാത്രമേ ഇവിടെ ആദ്യമായി വന്നപ്പോൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അന്ന ഇവിടെ കയറിയ ഉടനെ തന്നെ 11 വർഷമായിട്ടുണ്ടായിരുന്ന ആ മൈഗ്രെയിൻ തലവേദനയാണ് ഈശോ എടുത്തു മാറ്റിയത്. നമുക്കറിയാവുന്നതുപോലെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ ഈശോയിലേക്ക് കടന്നു വരുന്നില്ല. ഈ കുടുംബം ഇന്ന് വളരെയധികം ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എപ്പോഴും നന്ദി പറയുന്നത്. അനിയത്തിയുടെ 1 വർഷം അനിയത്തിക്ക് ജോലി കിട്ടിയെന്ന് വളരെ ലാഘവത്തോടെ ആണ് അന്ന പറഞ്ഞതെങ്കിലും അതിലൂടെ അവർ കടന്നുപോയിട്ടുള്ള ഒരു സ്ട്രഗിൾ വലുതാണ്. പഠനത്തിന് ശേഷം ഈ മകൾ 1 വർഷം വീട്ടിൽ ജോലിയില്ലാതെ ഒരുപാട്
ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്തെങ്കിലും ജോലിയില്ലാതെ ഇരുന്ന് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്നാണ് ഈ മകൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ അമ്മയുടെ തൈറോയിഡിലുണ്ടായ മുഴ, അത് ഓപ്പറേഷൻ ചെയ്ത് കളയാനുള്ള സാമ്പത്തിക പ്രതിസന്ധികളും അതിൻ്റെ വേദനയും, ഉമിനീര് പോലും ഇറക്കാനാവാത്ത ഒരു വലിയ വേദനയും പ്രതിസന്ധിയുമെല്ലാം ഈശോ സൗഖ്യത്തിലൂടെ, അതുപോലെ തന്നെ അപ്പയ്ക്കുണ്ടായിരുന്ന 3 വർഷമായിട്ടുണ്ടായിരുന്ന ഷോൾഡർ പെയിൻ, ഇതെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നതും അവർ അതിനുവേണ്ടി അന്ന ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ്. ഈശോ ആരാണെന്ന് നാം ഓരോരുത്തരോടും ഏറ്റുപറയുമ്പോഴാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ആ ഒരു ആസ്തിയാണ് ഇപ്പോൾ ഈ കുടുംബം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും യേശു ആരാണെന്ന് ഏറ്റുപറയാം. യേശു ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശു കർത്താവാണെന്നുള്ള നാമമാണ്. ആ നാമം പ്രഖ്യാപിക്കുന്നതിൽ, പ്രഘോഷിക്കുന്നതിൽ നമ്മൾ ഒട്ടും തന്നെ പിന്നോട്ട് പോകേണ്ടതില്ല. സധൈര്യം ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആത്മധൈര്യത്തിനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും അന്നയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും കണ്ണുനീരുകളെയും പ്രതിസന്ധികളെയും വേദനകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.